ഞാൻ ഇന്ന് തയ്യാറാക്കി കാണിക്കുന്നത് ടെൻഡർ കോക്കനട്ട് പുഡിംഗ് ആണ്. ഇപ്പം നമ്മൾ സാധാരണയായിട്ട് എന്തെങ്കിലും പാർട്ടിക്കൊക്കെ പോയാലും ടെൻഡർ കോക്കനട്ട് പുഡിംഗ് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഡെസേർട്ടാണ്. ഇത് തയ്യാറാക്കാനായിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നമുക്ക് നോക്കാം. ഈ ടെൻഡർ കോക്കനട്ട് പുഡിംഗ് തയ്യാറാക്കാനായിട്ട് നമ്മൾ 5 ഗ്രാം ചൈന ഗ്രാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് ഇത് കരിക്കിൻ്റെ വെള്ളമാണ്. ഈ 1 കപ്പ് കരിക്കിൻ്റെ വെള്ളം ചേർത്ത് ഇത് നമുക്കൊന്ന് കുതിരാനായിട്ട് ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് വെക്കാം. ഇതാ ഒരു കരിക്കിൻ്റെ പൾപ്പാണ്, ഏകദേശം ഒരു 1/4 കപ്പുണ്ട്. ഇത് നമുക്കൊരു ബ്ലെൻഡറിൽ ഇട്ടിട്ട് കുറച്ച് കരിക്കും വെള്ളവും കൂടിയും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. ഈ കരിക്ക് കാമ്പ് നമ്മൾ എടുക്കുമ്പോൾ അതിലുള്ള ബ്രൗൺ സ്കിൻ ഒട്ടും വരാതെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതായത് നമുക്ക് നന്നായിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഈ ബ്രൗൺ പാർട്ട് എടുക്കരുതെന്ന് ഞാൻ പറഞ്ഞത് അതിൻ്റെ കളറ് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ടെൻഡർ കോക്കനട്ട് പുഡിംഗ് ആണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത്, അപ്പോൾ നമുക്കത് നല്ല വൈറ്റ് കളറിൽ തന്നെ കിട്ടണം. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ 1 കപ്പ് പാല് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇത് 1 കപ്പ് തിളച്ച പാലാണ്. നമുക്കൊരു സോസ് പാനിലോട്ട് ചേർക്കാം. അതിനുശേഷം ഇത് 1/2 കപ്പ് കണ്ടൻസ് മിൽക്ക് എടുത്ത് വച്ചേക്കുന്നതാണ്. ഇത് ഈ പാലിലേക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടിയും ചേർക്കണം നമുക്ക്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ചൂടാക്കാം അടുപ്പിൽ വെച്ച്. ഇത് തിളയ്ക്കട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് വേറൊരു സോസ് പാനിൽ നമ്മളൊരു 5 ഗ്രാം ചൈന ഗ്രാസ് നമ്മൾ 1 കപ്പ് കരിക്കും വെള്ളത്തിൽ നമ്മൾ കുതിർത്ത് വെച്ചേക്കുന്നതാണിത്. ഇത് നമ്മൾ ചൈന ഗ്രാസിൻ്റെ അല്ലെങ്കിൽ ജെലാറ്റിനോ ഒക്കെ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ അളവ് കൂടാതിരിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ അതിൻ്റെ ആ ടെക്സ്ചർ മാറിപ്പോവും. അത് നമുക്കൊരു ഭയങ്കര റബ്ബർ പോലെ നല്ല ഹാർഡായിട്ടുള്ളൊരു ടെക്സ്ചർ കിട്ടും. അപ്പോൾ ഈ പുഡിങ്ങൊക്കെ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നതാണ് നല്ലത്. ഇത് തിളച്ചിട്ടുണ്ട്. നമ്മൾ പാലും കണ്ടൻസ് മിൽക്കും പഞ്ചസാരയും കൂടി ചൂടാക്കിയത് നമുക്ക് തീ നിർത്താം. ഇത് നന്നായിട്ട് തിളച്ച് ചൈന ഗ്രാസൊക്കെ ഉരുകിയിട്ടുണ്ട്. നമുക്ക് തീ നിർത്താം. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ഈ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചേക്കുന്ന പാലും കണ്ടൻസ് മിൽക്കും അതുപോലെ പഞ്ചസാരയും കൂടി തയ്യാറാക്കി വെച്ചേക്കുന്ന ഈ കൂട്ടുണ്ടല്ലോ, ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കണം. ഇത് ചൂടാക്കിയ ഈ പാലും അതുപോലെ തന്നെ ഉരുക്കിയ ചൈന ഗ്രാസും ഏകദേശം ഒരേ ടെമ്പറേച്ചറിൽ അല്ലെങ്കിൽ പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പം അതൊന്ന് ശ്രദ്ധിച്ച് വേണം നമ്മൾ ഒഴിക്കാനായിട്ട്. അപ്പം ഇൻ കേസ് അങ്ങനെ പിരിഞ്ഞു പോയാൽ തന്നെ നമ്മൾ ഈ അരിപ്പയിലൂടെ 2-3 പ്രാവശ്യം ഒന്ന് സ്ട്രെയിൻ ചെയ്ത് കഴിയുമ്പം നമുക്കത് മാറിക്കിട്ടും. അത് വീണ്ടും നല്ലതായിട്ട് ബ്ലെൻഡ് ചെയ്ത് കിട്ടും. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഈ കരിക്കിൻ്റെ ആ പൾപ്പും അതുപോലെ തന്നെ കരിക്കും വെള്ളവും കൂടിയും ചേർത്ത് ബ്ലെൻഡ് ചെയ്ത് വെച്ചേക്കുന്നതാണ്, നന്നായിട്ട് അരച്ച് വെച്ചേക്കുന്നതാണ്. ഇതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക്. നമുക്കിതൊന്നും കൂടിയും അരിക്കാം. എന്നിട്ട് വേണം ഒരു പുഡിംഗ് മോൾഡിലോട്ട് ഒഴിക്കാനായിട്ട്. നമ്മൾ ബ്ലെൻഡറിൽ അടിച്ചതാണല്ലോ, എന്തെങ്കിലും അരയാതെ കിടക്കുന്നുണ്ടെങ്കിൽ അതുകൂടി മാറി നല്ല സ്മൂത്ത് ടെക്സ്ചർ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളൊന്നും കൂടി അരിക്കുന്നത്. ഇതാ നമ്മൾ മൊത്തം ഇതിങ്ങനെ അരിച്ചു. നമുക്കിനി ഇത് ഒരു പുഡിങ്ങിൻ്റെ ഒരു ബോളിലോട്ട് പകർത്താം. നമുക്ക് ചൂടാറിയ ശേഷം ഒരു അരമണിക്കൂർ ഇതിങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച് കഴിയുമ്പോഴത്തേക്കും ഇത് നന്നായിട്ട് സെറ്റ് ചെയ്ത് കിട്ടും. ഒത്തിരി ഒഴിക്കണ്ട. ഇത് ഒരാൾക്ക് കഴിക്കാവുന്ന ആ ഒരു പോർഷൻ ഒഴിച്ചാൽ മതി. ബാക്കി നമുക്ക് ഒരു ഗ്ലാസ് ബൗളിലേക്ക് ഒഴിച്ചു വയ്ക്കാം. ഇത് ചൂടാറി കഴിയുമ്പോൾ തന്നെ സെറ്റ് ആവാൻ തുടങ്ങും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചിട്ട് നമുക്കിത് ഡീമോൾഡ് ചെയ്യാം. നമ്മൾ ടെൻഡർ കോക്കനട്ട് പുഡിംഗ് റെഡിയാക്കിയത് നമ്മൾ ചൂടാറി കഴിഞ്ഞപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചു. ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇത് ഡീമോൾഡ് ചെയ്തിട്ട് നമുക്കൊരു പ്ലേറ്റിലോട്ട് ഡീമോൾഡ് ചെയ്യാം.
നമ്മളിന്ന് തയ്യാറാക്കിയത് ടെൻഡർ കോക്കനട്ട് പുഡിംഗ് ആണ്. ഇത് തണുത്ത് കഴിഞ്ഞപ്പം സെറ്റായിട്ടുണ്ട്. ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് സെറ്റായിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, വായിൽ വെച്ച അലുത്ത് പോകുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള റിയൽ കോക്കനട്ട് നമ്മൾ ചേർത്തിട്ടുള്ള ഒരു ടെൻഡർ കോക്കനട്ട് പുഡിംഗ് ആണ്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവും. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. മറ്റൊരു നല്ല റെസിപ്പിയുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം.